36 വർഷത്തോളം സ്വന്തം നാട്ടിൽ പല പരിപാടി നടത്തി കേട്ടോ. ഒന്നിലും ക്ലിക്കായില്ല. അപ്പൊ ഇനി അടുത്ത പരീക്ഷണാണ് പ്രവാസം. പ്രവാസം കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാന്നില്ലതിലേക്ക് നമ്മളിതാ കുവൈത്തിന്റെ മണ്ണിലേക്ക് പുറപ്പെടല്ലേ മക്കളെ. അപ്പൊ പ്രവാസികളായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണല്ലേ. അപ്പോൾ ബാഗ് ചെക്കിങ്ങിലാണ് ഉള്ളത്. പ്രവാസികൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നു. ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടാ. അപ്പൊ അതാ വേറെ ഒരുത്തനെ പരിചയപ്പെട്ടു. നമ്മള് സ്വന്തം കമ്പനിക്കുള്ള ആളിനെ കേട്ടോ. അപ്പൊ ഓനും ഞാനും ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാനും ഓനും വീഡിയോ എടുക്കട്ടെ. അപ്പൊ പലരും നോക്കണ്ടേ എന്താ ഇപ്പൊ ഈ ചങ്ങായിമാര് എന്ത് ഇത്ര വീഡിയോ എടുക്കാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ഏതായാലും കയറില്ല. പ്രത്യേകിച്ച് ഞാൻ വ്ളോഗർ കൂടി ആകുമ്പോൾ വീഡിയോസ് എടുത്തോണ്ടിരിക്കും. അപ്പൊ അതെല്ലാം ചെക്കിങ് കഴിഞ്ഞത് വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകേണ്ടിരിക്കും കേട്ടോ. ഇനി ബോഡി ചെക്കിങ് കേട്ടോ. ബോഡി ലഗേജ് ഒക്കെ ലഗേജും ബോഡിയൊക്കെ എല്ലാം അയച്ചു കൊടുക്കണം. ബെൽറ്റ് അടക്കം അയച്ചു കൊടുക്കുന്ന സീനാറിലെ മക്കളെ അവിടെ കാണാതെ. അപ്പോൾ ബോഡി ഇതാ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വെയിറ്റിംഗ് ഏരിയക്ക് പോവാണ്. വെയിറ്റിംഗ് ഏരിയയിൽ പോയാൽ അവിടെ നിന്ന് അറിയപ്പോഴാണ് വണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഉള്ളിലും അവിടുന്ന് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സിസർ വലിക്കാൻ ബീഡി വലിച്ചാൽ മുട്ടിക്കുന്നവർക്ക് പ്രത്യേക റൂം ഇട്ട് അതിൻ്റെ ഉള്ളിൽ അതിന്റെ ആൾക്കാർ മേടിച്ചാൽ നിൽക്കണ്ട. അപ്പൊ അവിടുന്ന് വാങ്ങാൻ അതിൻ്റെ ഉള്ളിൽ പ്രത്യേക റൂമുണ്ട്. അവിടെ കയറി വലിച്ച് ബീറാണെങ്കിൽ ബീറിന്റെ കള്ളാണെങ്കിൽ കള്ള ഏതുവിധ ഐറ്റംസുകൾ അതിൻ്റെ ഉള്ളിൽ വാങ്ങിട്ടുള്ളു. അതൊന്നും വാങ്ങാൻ നിൽക്കണ്ട, വെറുതെ കായ് കളയണ്ട. അപ്പോ ഇതാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലോട്ട് പോയോണ്ടിരിക്കാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള വീഡിയോസുകൾ നമുക്ക് കുവൈത്തിന്റെ മണ്ണിലായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ പരമാവധി എല്ലാവരും ഷെയർ കാണുക. ഫുള്ളായിട്ട് വിമാനത്തിന്റെ ഉള്ളിൽ നിന്ന് കാണുക, ജനാലിന്റെ ഉള്ളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വിമാനത്തേക്ക് കയറാൻ പോണ കാഴ്ച കാണാൻ പോണ. അപ്പൊ ഓരോരുത്തർ ഗേറ്റ് 2, ഗേറ്റ് 3, ഗേറ്റ് 1 എന്നൊക്കെ അനൗൺസ് ചെയ്യും എത്ര മുതൽ. അപ്പൊ അതിലൊക്കെ ആ ഗേറ്റിലൂടെ പ്രവേശിച്ചുകൊണ്ട് നേരെ വിമാനത്തേക്ക് പോകാനുള്ള എന്താ പറയാ അവിടേക്ക് അതിലോട്ട് കയറാനുള്ള പോക്കാണ് ഈ പോണത്. അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ കാണുന്ന വിമാനത്തിൽക്കട്ട നമുക്ക് കയറാൻ പോകാനുള്ളത്. അപ്പൊ നമുക്കിതിൽ അടിയിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം പോകാനുള്ളത്. അപ്പോൾ അവിടെ ബസ് വന്ന് നിൽക്കും. ആ ബസ്സിൽ കയറിയാൽ അവിടെ എത്തും. അങ്ങനത്തെ അടിയിൽ ഇറങ്ങി കഴിഞ്ഞ് താഴെട്ടാണ് അവിടെ ഒരു ബസ് വന്നിട്ടുണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ബൈക്കിൻ്റെ അടുത്ത് എത്താം.
सकते हैं। सामान को खोलते समय सावधानी बरतें। आपसे निवेदन है कि विमान से निकलने से पहले अपनी सीट पॉकेट और ओवरहेड कंपार्टमेंट की जांच कर लें ताकि आपका कोई भी जरूरी सामान മൂന്നായില്ല ബാക്കിലാ ഓന്താ ബാക്കിലേക്ക് പോയിക്കണ് അങ്ങനല്ലടാ